പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തെ അങ്ങനെ മക്കളെ ആസ്വദിക്കുന്ന രോഗം മുഴുവനുള്ള മക്കൾ ഈ സമയത്ത് കർത്താവേ, ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ. ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വേണം അവർക്ക് ഓരോ വ്യക്തികളെ കാണാൻ, അവർക്ക് ഓരോ രേഖകളുമായിട്ട് പോകാൻ, അവർക്ക് ഓരോ അവരുടെ യാത്ര പുറപ്പെടാൻ, അവരുടെ വാഹനങ്ങളിൽ പോകാൻ. ഇങ്ങനെ ഇന്നത്തെ പോർട്ട്ഫോളിയോ മുഴുവനും ഉത്തരവാദിത്തങ്ങളെല്ലാം കർത്താവെ നിനക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സങ്കടപ്പെടുന്നവരുണ്ട്, ചില കാര്യങ്ങൾ ഓർത്ത്, ചിലരെ ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരുണ്ട്, ചില ജോലി സ്ഥലങ്ങളെ ഓർത്ത് മനസ്സ് ഇപ്പത്തന്നെ ഭയപ്പെടുന്നവരുണ്ട്. കർത്താവെ, അവരെല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഐ കം വിത്ത് യു വെർ എവർ യു ഗോ എന്ന് പറഞ്ഞ അങ്ങയുടെ വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് അങ്ങയുടെ മക്കളുടെ കൂടെ ഇന്നത്തെ യാത്രയിൽ നീ സഹയാത്രികനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, രാത്രി ഇന്ന് തിരിച്ചു വരുമ്പോൾ അവർ ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റി അങ്ങയുടെ കൂടെ ഇൻസെൻറ്റീവ് കൊടുത്ത് അവർ വിചാരിക്കുന്ന കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് തീർത്ത് എല്ലായിടത്തും വിജയമുണ്ടായി തിരിച്ചു വരാൻ കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവ് പരിശുദ്ധ അമ്മ, നിൻ്റെ അമ്മ
മധ്യസ്ഥ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈശോയുടെ നാമത്തിന് ഞാൻ ആശീർവദിച്ച് അയക്കുന്നു. ദൈവത്തിനെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മളിപ്പോൾ ഓൺലൈനിലെ ആൾക്കാർ ഒത്തിരി സാധനം മേടിക്കും. ഞാനും കുറേ മേടിക്കുന്നുണ്ട്. ഞാൻ മേടിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടികളുടെ വിത്തുകളൊക്കെ ഞാൻ മേടിക്കണത്. ഇപ്പം കുറേ ചെടിയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ബുക്ക് ചെയ്താൽ നമ്മുടെ ഇവിടെയൊക്കെ ഇല്ലാത്ത ചെടികൾ കാണുമ്പോൾ അത് അതിൻ്റെ കുരുക്ക് അതിൻ്റെ വിത്തൊക്കെ വാങ്ങിക്കും ഓൺലൈനിൽ. ഈ ഓൺലൈനിൽ മാത്രം പർച്ചേസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ബനിയൻ, ഷൂസ്, അതെല്ലാം സാധനം ഓൺലൈനിൽ മേടിക്കത്തുള്ളവർ. അപ്പോൾ അതിന് അവർക്ക് ഇത് നല്ല മരിങ്ങാണ്. അവർ ഓഫറുള്ള സമയം അറിയാം. അവർ ചില ആൾക്കാർ രാത്രി 12 മണിക്കൊക്കെ ഓഫർ അനൗൺസ് ചെയ്യും. തിരുവോണത്തിനും ക്രിസ്മസിനും ഒക്കെ ഒരു ദിവസം ഇന്ന് രാത്രി 1 മണിക്കൂർ ഓഫറുണ്ടെന്ന് പറയുമ്പോൾ ആൾക്കാർ ഉറക്കം നിന്നിട്ട് ചിലപ്പോൾ 900 രൂപയുടെ ഷർട്ട് ചിലപ്പോൾ അവർ 90 രൂപക്ക് മേടിക്കും. ഓഫറാണത്. അപ്പോൾ നമുക്ക് സ്ഥാപനജൈവ വസ്തുക്കളൊക്കെ വാങ്ങിക്കുന്നതിന് നമ്മൾ എന്തുമാത്രമാണ് ഓഫർ നോക്കണത്, പിച്ചിലൻ്റായിട്ട് ഷാർപ്പോട് കൂടി. പക്ഷെ കർത്താവ് നമുക്ക് എന്തുമാത്രം ഓഫർ തന്നിട്ടുണ്ടെന്നറിയാവുക. ഈ ഈഗർനെസ് നമ്മൾ കർത്താവ് നൽകിയ ഓഫർ. ഇപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞേക്കാൻ നിങ്ങൾ ഓർക്കണില്ലേ, ഞാൻ നിൻ്റെ മുഖത്ത് അപ്പോൾ സങ്കീർത്തനം 32:8 എന്താ പറയുന്നത്, ഞാൻ നിൻ്റെ മുഖത്ത് നോക്കി നിന്നെ ഉപദേശിക്കും. നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം ഉപദേശമല്ലേ വേണ്ടത്. ഈ ആൾക്കാരെല്ലാം തെറ്റിപ്പോണം. അങ്ങോട്ട് നമുക്ക് നേരെ പോണതിന് പകരം നമ്മൾ വേറെ വഴിക്ക് പോയാൽ വല്ലയിടത്തും എത്തുക. ഉപദേശം പ്രധാനപ്പെട്ടതാണ്. നീ എന്നെ ഉപദേശിക്കണമെന്നൊക്കെ പറയണില്ല, മണ്ടത്തരമാണ്. ആൾക്കാർക്ക് ഏറ്റവും പ്രഷ്യസ് ഉപദേശമാണ് വേണ്ടത്. അപ്പം എന്താണ് കാര്യം? നീ നടക്കേണ്ട വഴിയാണ്. യോഹന്നാൻ 16:14 വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അത് വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അത് ഓഫറാണത് ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കർത്താവ് സൂചന തരും. അതിനകത്താന്നും പറഞ്ഞ് ഞങ്ങൾ കൈ നീട്ടി ചെല്ലരുത്. കർത്താവിന് തോന്നണം നിനക്ക് വരാനിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റിയ ആളാണെന്ന്. പറഞ്ഞില്ലേ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ദൈവത്തിനൊന്നും അസാധ്യമല്ല, പക്ഷേ എല്ലാം ലളിതമല്ലെന്ന്. എന്താ കാര്യം? നമ്മളതിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ ആ പ്രോസസ്സിലൂടെ പോകണം. ഇപ്പം ഈശ്വരനെ തന്നെ ആ പ്രോസസ്സിലൂടെയല്ല കൊണ്ടുപോയത്. അനുഭവിയിലാക്കി വിട്ട് പരീക്ഷിച്ചൊക്കെ എടുത്തിട്ടാണ് പ്രോസസ്സിലൂടെയാണ് വരത്തുള്ളത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് കുറേ പ്രലോഭനങ്ങൾ ഉണ്ടാകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നമ്മളുണ്ടാക്കണമല്ല, കുറച്ച് ദൈവം തന്നെ നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കും. ഇപ്പം എൻ്റെ ഏറ്റവും വലിയ വിഷയം വെച്ചാൽ വിശ്വസ്തതയാണ്. ഇപ്പം എൻ്റെ നിർമ്മലം എന്ന് പറഞ്ഞ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, അങ്ങനെയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഈ ആ ടെസ്റ്റുകളെല്ലാം പാസ്സായി ഈസിയാണ്, എല്ലാം ഈസിയാണ്. ഞാൻ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ മനുഷ്യന്മാരെപ്പോലെ തന്നെ നമ്മൾ കാറുകയും പോവുകയും ചെയ്ത് എടുക്കും. ഇപ്പോൾ ചില വീടുകളിലൊക്കെ ഇല്ലേ, കടലോരത്തെ ആൾക്കാരൊക്കെ, കടലോരത്ത് ഇപ്പോൾ ജീവിക്കുന്ന ആൾക്കാരൊക്കെ മരിപ്പൊക്കെ വരികയാണെങ്കിൽ അവർ ഞങ്ങളുടെ ആൾക്കാർ സ്വരത്ത് നിലവിളിക്കും. സ്വരത്ത് നിലവിളിക്കല്ലേ? നിലവിളിച്ചില്ലെങ്കിൽ അവർക്ക് എന്തോ കുഴപ്പമുള്ളതായിട്ട് ആൾക്കാർ തോന്നും. അപ്പോൾ അവൻ നിലവിളിക്കേണ്ടതാണെന്നുള്ള ആ ഇമോഷണൽ സെറ്റപ്പിൽ. പക്ഷേ വേറെ ചില സ്ഥലത്തൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ മരിപ്പ് എത്ര ഇൻറ്റിമസി ഉള്ളവർ നിലവിളിക്കാൻ നമുക്ക് കാണത്തില്ല. അതെന്താ സംഭവം? ദുഃഖമില്ലാത്തതാണ് അവർക്ക്. കഠോരമായ ദുഃഖം ഉണ്ടാകും ചിലപ്പോൾ. പക്ഷെ അവർ നിലവിളിച്ച് അങ്ങനെ ശീലിച്ചിട്ടില്ല. നിലവിളി ആരും പ്രതീക്ഷിക്കണില്ല. സമൂഹം ആ നിലവിളി പ്രതീക്ഷിക്കണില്ല. അവിടെ ആ സമൂഹം ആ നിലവിളി പ്രതീക്ഷിക്കണില്ല. അതുകൊണ്ട് അവർ ഞങ്ങൾക്ക് ഇങ്ങനെ ഗിയർ ചേഞ്ച് ചെയ്ത് ഒക്കെ ഇങ്ങനെ നിൽക്കുക, ഞങ്ങളടിച്ചൊക്കെ നിൽക്കുകയുള്ളൂ. അങ്ങനെ കാർക്കൊക്കെ നിലവിളിക്കത്തില്ല. ചില സ്ഥലങ്ങളിൽ നിലവിളി പ്രതീക്ഷിക്കുന്നുണ്ട് സമൂഹം. അപ്പോൾ അവർ ലാവിഷായിട്ട് നിലവിളിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ആരെയും ആക്ഷേപം സംസാരിക്കുകയില്ല. ഓരോ രീതിയിലാണ് ഓരോ ആൾക്കാരെയും വിഷയത്തിൽ വരുന്നത്. ഇത് തന്നെ ആധ്യാത്മികതയിലും അതുപോലെ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദൈവമായിട്ടുള്ള ഡീലിങ്സിൽ പലപ്പോഴും ചില ആൾക്കാർ, ഞാനെപ്പോഴും ഈ പരിശുദ്ധ അമ്മേനെയാണ് അമ്മ എന്ത് ചെയ്യുന്നത് നോക്കത്തുള്ളൂ. അമ്മയുടെ ഏറ്റവും വലിയ സംഭവം വെച്ചാൽ അമ്മയും ഈശോയും ഒരേ ടൈപ്പാണ്. എന്താ, കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ ശാന്തനായിരുന്നു. രോമം കത്തിക്കുന്ന ശാന്തനായി നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ ആ മൂകനായിരുന്നൊക്കെ പറയുമ്പോൾ വിഷയത്തിൽ
ഒരു ഇമോഷണൽ ലെവല് കൺട്രോൾഡാണ് ശരിക്കും പറഞ്ഞത്. ചില സ്ഥലത്ത് ഇമോഷണൽ ലെവൽ അത്ര കൺട്രോൾഡല്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് സർക്കംസ്റ്റൻസ് അനുസരിച്ചാണ്. ഇപ്പോൾ മാതാവാണെങ്കിൽ ഹൃദയത്തിൽ ഭയങ്കര വിഷമം ഉണ്ടാകുന്ന സമയത്തായാലും ഹൃദയത്തിൽ സംഗ്രഹിച്ച് കളയാതെ അതിൻ്റെ സൗണ്ട് ഇപ്പോൾ സൈലൻസർ വെച്ച് കളയാം. ഇപ്പോൾ ചില വണ്ടിയില്ലേ, ചില പോലീസ് വണ്ടിക്കൊക്കെ ഭയങ്കര സ്വരം, പക്ഷേ അത് തന്നെ അറിയത്തില്ല. അതേസമയം ചില പിള്ളേർ സൈലൻസറെ ബേഡ് കുത്തി കയറ്റി ഭയങ്കര സ്വരം ഇട്ടിട്ട് പോകണം കാണാം. അപ്പം അത് വെച്ചാൽ അത് അവരുടെ ഒരു രീതിയാണത്, ഓരോരുത്തരുടെ രീതിയാണത് അത് വരണത്. ഞാൻ എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദൈവഭാഗത്തുനിന്ന് നമ്മൾ കാണിക്കേണ്ട ഒരു ഇമോഷണൽ മച്യൂരിറ്റി ഉണ്ട് ചില വിഷയത്തിൽ. ഇമോഷണൽ മച്യൂരിറ്റി, ആ ഇമോഷണൽ മച്യൂരിറ്റി ഇപ്പോൾ ചില ആൾക്കാർ എന്തെങ്കിലും നെഗറ്റീവ് സംഭവിച്ചു കഴിയുമ്പോൾ റാഷായിട്ടൊക്കെ ഇടപെടത്തില്ലേ. അപ്പം അത് ജില്ലയ്ക്ക് മലയാളത്തിൽ തന്നെ ജില്ലകൾ തോറും ഇമോഷണൽ മച്യൂരിറ്റിയുടെ വ്യത്യാസം, ഒരു ഇക്യു എന്നൊക്കെ പറയുന്ന ഇമോഷണൽ കോൺഷ്യസ് ഒക്കെ വ്യത്യാസമുണ്ട് ഭയങ്കര. ചില സ്ഥലങ്ങളിൽ വളരെ ശാന്തമായിട്ട് സംസാരിക്കുന്നുള്ളൂ, ചില ആൾക്കാർ നിസ്സാര കാര്യം പോലും അലറിക്കൂവിയെ സംസാരിക്കുന്നുള്ളൂ. ഓരോരുത്തരുടെ രീതികളാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് പലപ്പോഴും അലറിക്കൂവി നിലവിളിച്ചിട്ട് എന്നെക്കാളുപരി ശാന്തത കീപ്പ് ചെയ്യുന്നതാണ് നൊബിലിറ്റി എന്ന് പറയണത്. ശാന്തത കീപ്പ് ചെയ്യുന്ന നൊബിലിറ്റി എന്ന് പറയണത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സബ്മിസീവുമായി ദൈവഹിതത്തിന് നമ്മൾ ശാന്തമായി സബ്മിസീവായിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും നമ്മൾ ദൈവത്തെ ചോദിക്കാൻ പറ്റാത്ത ചോദ്യമാണ്, എന്താ എന്നോട് ഇങ്ങനെ ചെയ്തത്? അവർ നിന്നെ അറിയാത്തവരൊക്കെ അങ്ങനെ അവർക്കൊക്കെ വലിയ മെച്ചമാണ് ഇട്ടാണ് ജീവിക്കണത്, എന്നോട് മാത്രം എന്താ ഇങ്ങനെ ചെയ്യണത്? ഇത് ഞാനിവിടെ ദൈവത്തിന് വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞല്ലേ. അറിവുകേട് കൊണ്ട് പറഞ്ഞാലും ദൈവം ക്ഷമിക്കുമെന്ന് പറഞ്ഞാലും ദൈവം ക്ഷമിക്കും. പ്രശ്നം ഉണ്ടാക്കി എന്തിനാണ് ക്ഷമ മേടിക്കണത്? മനസ്സിലായില്ലേ? എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കി ക്ഷമ മേടിക്കണത്? അതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ലല്ലോ. അപ്പോൾ നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കി കുറച്ച് കഴിയുമ്പോൾ ദൈവത്തോട് ക്ഷമ ചോദിച്ചിട്ടുള്ള കാര്യമുണ്ട്. നമ്മൾ ദൈവത്തെ സ്നേഹിക്കാതെ ഇരിക്കണമല്ല പ്രശ്നം, ദൈവത്തെ പല കാര്യങ്ങൾക്കും അവിശ്വസിക്കുന്നതാണ് ഈ പ്രശ്നം. ഓ, ദൈവം അങ്ങനെ ചെയ്യുക, ചെയ്തില്ലേ നമ്മൾ വെള്ളം കുടിക്കുമല്ല. അതാ ആൾക്കാർക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ വിശ്വാസത്തിലെടുക്കത്തില്ല. ദൈവത്തെ എടുക്കാൻ വരുമ്പോൾ എന്താ പറഞ്ഞാൽ ഈ പൗലോസ് പറഞ്ഞിട്ടില്ലേ, സ്നേഹമെല്ലാം വിശ്വസിക്കണമെന്ന്. അപ്പം നീ ദൈവത്തെ അവിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ സ്നേഹത്തെയും നീ വേണ്ട വിധത്തിൽ മാനിക്കണില്ല എന്നുള്ള രീതി വരും. അപ്പം അതുകൊണ്ട് എന്ത് വിഷയം ഉണ്ടായാലും ദൈവമായിട്ട് വേണം അതിനെ ടാലിയാക്കാൻ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല വിഷയങ്ങളും ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ഒരു റിലേഷൻ്റെ ബേസിൽ നമ്മൾ വിലയിരുത്തണില്ല. അത് നമ്മുടെ വിഷയത്തിലാണ് വിലയിരുത്തുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ ബ്രാൻഡഡ് ഡൗണായി മാറും ഇത് വരുന്നത്. ഇൻറ്റിമസിക്ക് പ്രാധാന്യം കൊടുക്കണം. ഓരോ വിഷയവും കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി ദൈവഹിതം ജീവിക്കുമ്പോൾ ടൈറ്റ് ഇൻറ്റിമസിയിലേക്കാണ് വരണത്. അതാണ് ഈശോ പറയണത്, എനിക്ക് നിങ്ങളെ അറിയാമെന്നൊക്കെ പറയത്തില്ലേ, മോസസിനോടൊക്കെ പറയുന്നില്ലേ, അത് ഭയങ്കര വാക്കാണേ. പുറപ്പാട് 33:17 കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. എന്തെന്നാൽ നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു. നിന്നെ എനിക്ക് നന്നായി അറിയാം. അതാണ് സംഭവം. ഇതൊരു സർട്ടിഫിക്കറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. എന്താണ്? എനിക്ക് നിന്നെ നന്നായി അറിയാം. അത് ഒറ്റ അറിവ് കൊണ്ട് വന്നതല്ല, കോഴ്സ് ഓഫ് ടൈം ജീവിക്കുമ്പോൾ ടോട്ടൽ അസസ്മെൻറ്റിൽ നിന്നാണ് വരണത്. എനിക്ക് നിന്നെ നന്നായി അറിയാം എന്ന് പറയണത്. അപ്പോൾ അതിനർത്ഥം ടോട്ടൽ അസസ്മെൻറ്റ് നടക്കുന്നുണ്ടെന്നല്ലേ, ഓരോ വിഷയത്തിലൂടെയും വിലയിരുത്തൽ നടക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ദൈവത്തിരുസന്നിധി വിവേകത്തോടെ ആണ് നമ്മൾ പെരുമാറുന്നത്. ഒരു പ്രായമൊക്കെ കഴിഞ്ഞാൽ 10-30 വയസ്സ് കഴിഞ്ഞാലൊക്കെ ദൈവത്തിൻ്റെ ഇൻറ്റിമസിയിലേക്ക് വരണം. നിങ്ങൾ ഒരു 30 വയസ്സൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിരുസന്നിധിയിൽ പക്വതയുള്ള ഒരു പൗരനായിട്ട് വരണം. 30 വയസ്സാണ്. അതിനുള്ളിൽ നീ ഇത് ലെവലിൽ വരാൻ നോക്കണം. കർത്താവ് പരസ്യജീവിതം തുടങ്ങുന്നതും ദൈവത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയ 30 വയസ്സിലല്ലേ. 30 വയസ്സ് വരെയുള്ള കാലഘട്ടം കഴിയുമ്പോൾ പിന്നെ ഇൻറ്റിമസിയുടെ ടൈമാണത്. അതൊന്ന് എല്ലാ കാര്യവും ഇൻറ്റിമസി വർക്ക് ചെയ്യാൻ വേണ്ടി ഓരോ ദിവസവും അതിനുവേണ്ടി അതിൽ വളരാൻ
കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന്. ശരിക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അനറ്റ്, ഞാൻ കുമരകത്തു നിന്ന് വരുന്നു. ഇന്ന് ഈ അൾത്താരയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്നതെന്ന് സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് അനുഗ്രഹം തന്നതിന് തിരുക്കുമാരനും അമ്മ മാതാവിനും ഞാൻ ആദ്യം തന്നെ ആയിരം നന്ദി പറയുന്നു. ഞാൻ ഉടമ്പടി ആദ്യമായി എടുത്ത ഡേറ്റ് മെയ് മാസം 11-ാം തീയതിയാണ്, 2025 വർഷം. ഞാൻ 1.5 വർഷമായിട്ട് ജർമ്മൻ പഠിക്കുമായിരുന്നു. അതിൻ്റെ ആവശ്യമായിട്ടാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ ജർമ്മൻ പഠിക്കാൻ പോയപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു, നീ എന്തിനാണ് ഇത് പോകുന്നത്, 2 വർഷം വെറുതെ പോവും, പൈസ കളയാനായിട്ട് എന്തിനാണ് പോകുന്നത് എന്നൊക്കെ ചോദിച്ചു. ഒത്തിരി പേര് എന്നെ കളിയാക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ചു, ഞാൻ എന്നാ ചെയ്യേണ്ടത്? എൻ്റെ വീട്ടിലെന്താണേലും ഇപ്പോൾ എന്നെ നഴ്സിങ്ങിന് വിടാനുള്ള പൈസയില്ല. അപ്പോൾ എൻ്റെ ചേച്ചി ജർമ്മനിയിലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പോകാനായിട്ട് വീട്ടിൽ നിന്നാണേലും പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ നറുക്കിട്ട് ഞാൻ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ജർമ്മൻ എന്നുള്ള ഓപ്ഷൻ കിട്ടി. അങ്ങനെ ഞാൻ ജർമ്മൻ പഠിക്കാൻ പോയി. ഞാൻ ജർമ്മൻ പഠിച്ചുകൊണ്ടിരുന്നു. പരീക്ഷ ഞാൻ ജൂണിൽ ഞാൻ പരീക്ഷ എഴുതാനായിട്ട് പോയി. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ മാതാവിനോട് വെച്ചത് എനിക്ക് 2025 സെപ്റ്റംബർ 28 മുന്നേ എനിക്ക് പോകാനുള്ള എന്തെങ്കിലുമൊക്കെ വഴി ഒരുക്കി തരണേ എന്നായിരുന്നു ഞാൻ ആദ്യം ഉടമ്പടിയിൽ എഴുതിയത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എക്സാം എഴുതുന്നതിന് മുന്നേ തന്നെ അവിടുന്ന് എന്നെ വേണ്ടാന്ന് FST ചെയ്യാനായിട്ട് എന്നെ വേണ്ടാന്ന് പറഞ്ഞ കിൻഡർ ഗാർഡനിൽ നിന്ന് അവർ ഇൻ്റർവ്യൂ എടുത്ത് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. അങ്ങനെ അവരെന്നെ ഇൻ്റർവ്യൂ എടുത്തു. അവർക്ക് 2 കൂട്ടർക്കും എന്നെ ഇഷ്ടപ്പെടുകയും എനിക്കതിൽ ഏത് വേണമെന്ന് ചൂസ് ചെയ്യാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മുതൽ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് വിസയ്ക്ക് കിട്ടാനായിട്ട് ഭയങ്കര അപ്പോയിൻമെൻറ്റ് കിട്ടുന്നില്ലായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും കിട്ടി. അവർ ഏജൻറ്റ് പറയും ഇപ്പോൾ 2 മണിക്കൂറിനുള്ളിൽ തരാമെന്ന് പറഞ്ഞ് വിളിക്കും. കുറച്ച് നേരം കഴിയുമ്പോൾ പറയും ഇല്ല അത് കിട്ടിയില്ല, അത് എടുക്കാൻ പറ്റുന്നില്ല, അപ്പോൾ ഭയങ്കര പാടാണ് എടുക്കാനായിട്ട്, കിട്ടുന്നില്ല, ഡേറ്റ് ഇല്ല എന്നൊക്കെ പറയും. അങ്ങനെ ഇരിക്കാൻ ഞാൻ എൻ്റെ ഉടമ്പടി കഴിഞ്ഞെങ്കിലും ഞാൻ പുതുക്കാനായിട്ട് എനിക്ക് പല എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് പുതുക്കാൻ വരാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നവംബർ അവസാനം ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് വിസയ്ക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. ഡിസംബർ 11-ാം തീയതിയിലേക്ക്. എനിക്ക് കൊച്ചിയിലും ബാംഗ്ലൂരുമാണ് ജർമ്മനുള്ള വിസയുടെ അപ്പോയിൻമെൻറ്റ്. എനിക്ക് കൊച്ചി കിട്ടണമെന്നായിരുന്നു ആഗ്രഹം. എനിക്ക് കൊച്ചിയിൽ തന്നെ ഡിസംബർ 11-ാം തീയതി അപ്പോയിൻമെൻറ്റ് കിട്ടി. ഞാൻ ഡിസംബർ 11-ാം തീയതി വിസയ്ക്ക് വെക്കാൻ പോയി. ഞാൻ ഉടമ്പടി പുതുക്കി അന്ന് മുതൽ ഞാൻ എൻ്റെ പാസ്പോർട്ടിലെ ഡോക്യുമെൻറ്റ്സിലെല്ലാം ഉപ്പും തൈലവും ഉപയോഗിച്ച് കുരിശ് വരയ്ക്കുകയും വിതറി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ 11-ാം തീയതി വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പോയി. ആ വിസ ഓഫീസിൽ ഞാൻ ഒപ്പിട്ട് പ്രാർത്ഥിച്ചു, എനിക്ക് എത്രയും പെട്ടെന്ന് വിസ ലഭിക്കണേ, ഇനി ഇത്രയും കാശ് മുടക്കിയിട്ട് ഇനി ഇതൊരു റിജക്ഷൻ ആവാൻ ഇടയാകരുത്. എല്ലാവരും എന്നോട് പറഞ്ഞു ചിലപ്പം റിജക്ഷൻ ആവും, കാരണം FSTക്ക് വിസ കിട്ടാനായിട്ട് കുറച്ച് പാടാണ്, അതുകൊണ്ട് ചിലപ്പോൾ റിജക്ഷൻ ആവും, എന്നാണേലും നീ പ്രതീക്ഷിച്ചിരുന്നോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. അവിടുന്ന് അവർ എന്നോടൊപ്പം മെയിൽ അയച്ച് ചോദിക്കാൻ തുടങ്ങി, ആയില്ലേ ഇതുവരെ, ഇത്രയും നാളായ കാരണം വരാറായില്ലേ. എനിക്ക് സെപ്റ്റംബർ 1-ാം തീയതി എൻ്റെ കോൺട്രാക്റ്റ് തുടങ്ങിയതായിരുന്നു. അപ്പോൾ എനിക്ക് ഇതുവരെ ആയില്ലേ എന്ന് അവർ ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരാഴ്ചക്കകത്ത് തന്നെ ഡിസംബർ 18-ാം തീയതി എനിക്ക് വിസ അടിക്കുകയും ഡിസംബർ 22-ാം തീയതി വിസ എൻ്റെ കയ്യിൽ ലഭിക്കുകയും ചെയ്തു. ഞാൻ ജനുവരി 7-ാം തീയതി 2026 വർഷം ഞാൻ പോവുകയാണ് ജർമ്മനിയിലേക്ക്. ഇത്രയും അനുഗ്രഹം എനിക്ക് തന്ന എൻ്റെ അമ്മ മാതാവിനും പരിശുദ്ധ തിരുക്കുമാരനും ഞാൻ 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് പത്രം മേടിച്ച് വീടുകൾ തോറും കയറി ഇറങ്ങി കൊടുക്കുകയും ബസ് സ്റ്റാൻഡിൽ വഴിയരികിലൊക്കെ കൊടുക്കുകയോ ചെയ്യുമായിരുന്നു. അതിൽ വചനം എഴുതി കൊടുക്കുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം നാമ്പടം സ്റ്റാൻഡിൽ ഇരിക്കുന്നവർക്ക് പൊതിച്ചോറ് കൊണ്ട് കൊടുക്കും. പിന്നെ സാധിക്കുന്നവരോടൊക്കെ എന്നോട് സങ്കടം പറഞ്ഞു വരുന്നവരോടൊക്കെ ഞാൻ കൃപാസന മാതാവിനെ പറ്റി പറയുകയും ഉടമ്പടി എടുക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ എന്നും പള്ളിയിൽ പോവും, 2 ആഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിക്കും. പിന്നെ വചനം സുഭാഷിതം 3:6 നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആവട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു വരുന്ന വചനം ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്യുമായിരുന്നു. ജനറ്റിക് ഡിസോർഡർ കാരണം സങ്കടപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന ഒത്തിരി കുഞ്ഞു പൈത മക്കളുണ്ട്. ആ മക്കൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ഈ സാക്ഷ്യം ഈശോ തമ്പുരാന് സമർപ്പിക്കുന്നു. ഇത്രയും അനുഗ്രഹം തന്ന അമ്മ മാതാവിന് തിരുക്കുമാരനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 16-ാം തിരുവചനം. ഇപ്പോഴാകട്ടെ അവർ അതിനേക്കാൾ ശ്രേഷ്ഠവും സ്വർഗീയവുമായതിനെ ലക്ഷ്യം വയ്ക്കുന്നു. അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുന്നതിൽ അവർ ലജ്ജിക്കുന്നില്ല. അവർക്കായി അവിടുന്ന് ഒരു നഗരം തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. അനറ്റ് എന്ന മകളുടെ ഈ സാക്ഷ്യം കൃത്യമായും വളരെ പ്രത്യക്ഷമായി നമുക്ക് മനസ്സിലാകുന്നത് ഇത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഉടമ്പടിയുടെ വലിയ അടിസ്ഥാനത്തിലാണ് ഈ മകൾക്ക് ഈ വലിയ അനുഗ്രഹം ലഭിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം.
അനറ്റ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എല്ലാവരും ഈ മകളെ കളിയാക്കുമായിരുന്നു. ഇതൊരു പൈസ വേസ്റ്റാകുന്ന പരിപാടിയാണ്, അല്ലെങ്കിൽ നിൻ്റെ 2 വർഷം വേസ്റ്റാകും. അങ്ങനെ എല്ലാവരുടെയും കുത്തുവാക്കുകളിലൂടെയും എല്ലാവരുടെയും എല്ലാവരിൽ നിന്നുള്ള ഒരു അവഗണന സ്വീകരിച്ചുകൊണ്ടാണ് ഈ മകൾ തൻ്റെ നഴ്സിംഗ് പഠനം, ജർമ്മൻ പഠനം ആരംഭിക്കുമ്പോൾ തന്നെ വലിയ സങ്കടത്തോടുകൂടി ഈ പ്രാർത്ഥനാ രീതി തുടങ്ങുന്നത് തന്നെ. പക്ഷേ ഈ ഉടമ്പടിയിൽ ജീവിച്ചു തുടങ്ങിയപ്പോൾ അനറ്റിന് മനസ്സിലായി, പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം ഉപേക്ഷിച്ചാൽ ജീവിതത്തിലുണ്ടാകുന്ന ഒരു വലിയ വ്യത്യാസം ജർമ്മൻ പാസ്സാകുക എന്ന് മാത്രമല്ല, പരിശുദ്ധ അമ്മയെ സ്വന്തമാക്കുമ്പോൾ, പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കുമ്പോൾ ഈശോയെ സ്വന്തമായി എനിക്ക് വേണ്ടിയുള്ള ഒരു നഗരം തന്നെ, ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്ന പോലെ എനിക്കായി ഒരു നഗരം ഈശോ കരുതി വെച്ചത് എനിക്ക് കൃത്യസമയത്ത് തന്നെ നേടിത്തരും, എൻ്റെ ജീവിതത്തെ യഥാസ്ഥാനപ്പെടുത്തുമെന്ന് ഈ മകൾക്ക് മനസ്സിലായത് ഈ ഉടമ്പടി ജീവിതത്തിലൂടെയാണ്. നമ്മൾ ഓരോരുത്തരുടെയും എത്ര തന്നെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളായാലും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നമുക്കത് പ്രാപിച്ചു തരും എന്നുള്ള ഒരു വലിയ ഉറപ്പാണ്. കാരണം ഈശോ നമുക്ക് വേണ്ടി വലിയ വില കൊടുത്തിട്ടാണ് നമ്മെ ഈ അൾത്താരയിലേക്ക് കയറ്റി നിർത്തുന്നത്, നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നത്. നമുക്ക് ഈ ക്രിസ്തീയ വിശ്വാസം നൽകുന്നത് നാം മാമോദിസ മുങ്ങുമ്പോൾ കിട്ടുന്ന ഓട്ടോമാറ്റിക്കായി കിട്ടുന്ന ഒരു വിശ്വാസം പോലെയല്ല. നാം വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് വിശ്വാസ കൈമാറ്റം നടത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന വലിയ വലിയ കൃപ, അനറ്റിന് ലഭിച്ചിരിക്കുന്ന ഒരു കൃപ തന്നെയാണ്. വെറുതെ ഒരു ജർമ്മൻ പാസ്സായി അവിടെ പോയി നഴ്സിംഗ് പഠിച്ച് ജോലി ചെയ്യുക എന്നതിനേക്കാൾ ഈശോയെ കൈമാറുവാനുള്ള, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാനുള്ള ഒരു വലിയ അഭിഷേകമാണ് ഈ മകൾക്ക് ലഭിച്ചിരിക്കുന്നത്. അനറ്റിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് വിസ തടസ്സം നേരിടുന്ന എല്ലാ മക്കളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി. അമ്മയ്ക്കും തിരുക്കുമാരന് 1000 നന്ദി. എൻ്റെ പേര് ഡെൽന. ഞാൻ കണ്ണൂർ ജില്ലയിലെ കരുവഞ്ചാൽ ഇടവകയിൽ നിന്നാണ് വരുന്നത്. 2020 ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിലേക്ക് കടന്നു വരുന്നത്. അതിനു മുമ്പ് തന്നെ എനിക്ക് പരിശുദ്ധ മാതാവിനെ അറിയാമായിരുന്നു. മാതാവിൻ്റെ ഫോട്ടോ എൻ്റെ റൂമിലുള്ളൊരു ചേച്ചി കൊണ്ടുവരികയും ഞാൻ അതിൻ്റെ മുന്നേ ഒന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതലായിട്ട് എനിക്ക് മാതാവിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. 2020 ഞാൻ ഒരു നേഴ്സായിട്ട് മുംബൈയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പുറത്തേക്ക് പോകാനുള്ള എല്ലാം ശരിയായി, മെഡിക്കൽ ചെയ്ത് മെഡിക്കൽ അൺഫിറ്റായി. അങ്ങനെ 2 തവണ മെഡിക്കൽ ചെയ്തപ്പോൾ 2 തവണ അൺഫിറ്റായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം യൂട്യൂബിൽ വെച്ച് യാദൃശ്ചികമായിട്ടാണ് കൃപാസനത്തെക്കുറിച്ച് കാണുന്നത്. അപ്പോൾ ഞാൻ മാതാവിൻ്റെ മുന്നിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു, അടുത്ത മെഡിക്കൽ വരുമ്പോൾ മെഡിക്കൽ ഫിറ്റ് ആകുമെന്നുണ്ടെങ്കിൽ മാതാവിൻ്റെ മുന്നേ വന്ന് ഞാൻ ഉടമ്പടി എടുത്തോളാം എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ 3ാമത് വീണ്ടും മെഡിക്കൽ ചെയ്തു. നാട്ടിൽ വന്ന് മെഡിക്കൽ ചെയ്തു. മെഡിക്കൽ ഫിറ്റായിരുന്നു. അങ്ങനെ ഞാൻ 2020 ഫെബ്രുവരി 25 ആദ്യമായിട്ട് കൃപാസനത്തിലേക്ക് കടന്നു വരുന്നത്. അന്ന് വന്ന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കുന്ന ദിവസം ഇവിടെ ആരാധനയുള്ള ദിവസമായിരുന്നു. ആരാധനയുടെ സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിന് തടസ്സമുണ്ടെങ്കിൽ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ഡേറ്റും ഇട്ട് മാർച്ച് 3 എന്നുള്ള ഡേറ്റ് ഇട്ട് സമയം 10:30 വെച്ച് പ്രാർത്ഥിച്ചു. അത് എനിക്ക് കുവൈറ്റിലേക്ക് പോകാനുള്ള ടിക്കറ്റ് റെഡിയാകാൻ വേണ്ടിയായിരുന്നു പ്രാർത്ഥിച്ചത്. 25 ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തു തിരിച്ചു പോയി. 27 ഞാൻ പ്രെയർ ചെല്ലാൻ തുടങ്ങി. അതിൻ്റെ വെരി നെക്സ്റ്റ് ഡേ എൻ്റെ ടിക്കറ്റ് ശരിയായി. പക്ഷേ ടിക്കറ്റ് മാർച്ച് 2-ാം തീയതി ആയിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു മാർച്ച് 3 ബാംഗ്ലൂരിൽ നിന്നായിരുന്നു എനിക്ക് ഫ്ലൈറ്റ്. അങ്ങനെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലൈറ്റിന് കയറുകയും ടിക്കറ്റ് ഫ്ലൈറ്റ് കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. അങ്ങനെ 3 ഞാൻ മാതാവിൻ്റെ മുന്നിൽ എഴുതിയ ഡേറ്റിൻ്റെ അന്ന് ഞാനിവിടെ 10:30 സമയം എഴുതിയിട്ടത്. 9:30 ആയപ്പോൾ ഞാൻ കുവൈറ്റിൽ ലാൻഡ് ചെയ്യുകയും ചെയ്തു. അതായിരുന്നു എൻ്റെ 1ാമത്തെ സാക്ഷ്യം. രണ്ടാമതായിട്ട് ഞാൻ നിയോഗം വെച്ചിരുന്നത് എൻ്റെ അവിടെ ചെന്നിട്ടുള്ള മെഡിക്കലായിരുന്നു. ഇവിടുന്ന് മെഡിക്കൽ ഫിറ്റ് ആണെങ്കിലും അവിടെ ചെന്ന് വീണ്ടും നമ്മൾ മെഡിക്കൽ എടുക്കണമായിരുന്നു. അവിടെ ചെന്ന് വീണ്ടും മെഡിക്കൽ ചെയ്തു. എനിക്ക് ഓൾറെഡി ചെസ്റ്റ് ഇൻഫെക്ഷൻ റെഗുലറായിട്ട് ഇങ്ങനെ വരുന്നതും മെഡിസിൻ എടുക്കുന്നതുമായിരുന്നു. പരിശുദ്ധ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചാണ് പോയത്. മാതാവിൻ്റെ തൈലം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്നുള്ള മെഡിക്കലിൽ പരിശുദ്ധ അമ്മയുടെ കൃപ വഴിയായി മെഡിക്കൽ ഫിറ്റ് ആവുകയും അവിടുത്തെ എല്ലാ പ്രോസസ്സിങ്ങും നടക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് 3ാമതായി ഞാൻ മാതാവിൻ്റെ മുൻപിൽ വെച്ച നിയോഗമായിരുന്നു എൻ്റെ ലൈസൻസിൻ്റെ എക്സാം. അവിടെ ചെന്ന് 3 തവണ നമുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. 3 തവണ എഴുതി കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ അവർ നാട്ടിലേക്ക് കയറ്റിവിടും. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു. 8 അവർ കോൺട്രാക്റ്റിലായിരുന്നു ഞാൻ കുവൈറ്റിലേക്ക് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പം കൊറോണയുടെ ടൈമായിരുന്നതുകൊണ്ട് ഡ്യൂട്ടി അവേഴ്സ് കൂടുതലായിരുന്നു. പഠിക്കാനുള്ള സമയമൊന്നും കിട്ടത്തില്ലായിരുന്നു. കൂടുതലായിട്ട് ഞാൻ പഠിച്ചതിനേക്കാളും കൂടുതൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മെറിറ്റിലല്ലാതെ പരിശുദ്ധ അമ്മയുടെ കൃപ വഴി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അവിടുത്തെ ലൈസൻസിൻ്റെ എക്സാം പാസ്സാകാൻ സാധിച്ചു. ഇതാണ് എൻ്റെ 3ാമത്തെ നിയോഗം. 6ാമതായി ഞാൻ വെച്ചൊരു നിയോഗമായിരുന്നു ഞങ്ങൾക്കൊരു വീടെന്നുള്ളത്. പക്ഷേ 0 മെറിറ്റിൽ നിന്ന് വീടെന്നുള്ളത് എഴുതിയപ്പോൾ എനിക്ക് തന്നെ ഉള്ളിലൊരു വിശ്വാസമില്ലായിരുന്നു അത് നടക്കുമോയെന്ന്. അത് വീടെന്നുള്ളത് എനിക്ക് ആഗ്രഹിക്കാനുള്ള യോഗ്യതയുണ്ടോ എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അത് കാരണം ഞാൻ അതിനുവേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നില്ല. പക്ഷേ ഞങ്ങളുടെ വീടിൻ്റെ അതിരെ തന്നെ ഒരു വീടും കൂടെ ഉണ്ടായിരുന്നു. അവിടുത്തെ ചേട്ടനോട് ഓൾറെഡി ഞങ്ങൾ ചോദിച്ചതായിരുന്നു ആ സ്ഥലം വിൽക്കുന്നുണ്ടോ എന്ന്. ആ ചേട്ടൻ പറഞ്ഞിരുന്നു അത് വിൽക്കുന്നില്ല, ആ സ്ഥലവും വീടും വിൽക്കുന്നില്ല, വാടകയ്ക്ക് കൊടുക്കുവാന്നായിരുന്നു പറഞ്ഞത്.
അങ്ങനെ ആ പറഞ്ഞ ചേട്ടൻ ഞാനിവിടെ ഉടമ്പടിയിൽ എഴുതി പോയതിൻ്റെ ശേഷം വീട്ടിൽ വരികയും വീട്ടിൽ വന്ന് പപ്പയോട് പറയുകയും ചെയ്തു, ഞങ്ങളത് വിൽക്കുന്നുണ്ട്, വിൽക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് തരാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം, ലോണിൻ്റെ പ്രോസസ്സിങ് നോക്കിക്കോ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ചേട്ടൻ പറഞ്ഞത് വെച്ച് ലോണിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അന്നേരം എനിക്ക് വിശ്വാസമില്ലായിരുന്നു നടക്കുമോ ഇല്ലയോ എന്നുള്ളത്. അതാണ് എൻ്റെ വിശ്വാസമില്ലായ്മയെ പരിശുദ്ധ അമ്മ പരീക്ഷിച്ചു. 2 കൊല്ലത്തോളം ആ വീടിൻ്റെ ലോണിന് വേണ്ടി നടന്നു. ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. അമ്മ ലോണിന് വേണ്ടി പോകുമ്പോൾ ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു തടസ്സങ്ങൾ മാറാൻ വേണ്ടി. അങ്ങനെ മാതാവ് തന്നത് ആ വീടെന്നുള്ളതിന് ഉറപ്പായിട്ട് മാതാവിൻ്റെ മുന്നേ ഞാൻ 2020 ഫെബ്രുവരി 25 ഉടമ്പടി എടുത്തത്. 2022 ഫെബ്രുവരി 25 2 തവണ മാറിപ്പോയ ആധാരം ഞാനിവിടെ ഉടമ്പടി എടുത്ത ഡേറ്റിൽ തന്നെ നടക്കുകയുണ്ടായി. ഇതാണ് എനിക്ക് ആദ്യമായിട്ട് ഉടമ്പടി വഴി ലഭിച്ച 4 നിയോഗങ്ങൾ. പിന്നീട് എനിക്ക് ഇവിടുത്തെ ഡെയിലി ബ്ലെസ്സിങ് വഴി എനിക്ക് അച്ഛൻ്റെ പ്രാർത്ഥന വഴി എനിക്ക് അനുഗ്രഹം ലഭിച്ചു. ലാസ്റ്റ് ഓഗസ്റ്റിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നിടത്ത് മാറി കയറുകയുണ്ടായി. ആ സമയത്ത് തന്നെ ഞാൻ കറസ്പോണ്ടൻ്റായിട്ട് പോസ്റ്റ് BSc ചെയ്യുന്നുണ്ടായിരുന്നു. പോസ്റ്റ് BScയുടെ എക്സാമിൻ്റെ ഭാഗമായിട്ട് എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും ഞാൻ ഇവിടെ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി സബ്മിറ്റ് ചെയ്തേക്കുകയായിരുന്നു. സബ്മിറ്റ് ചെയ്ത് അവിടെ ലൈസൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എല്ലാം നമ്മൾ സ്കാൻ ചെയ്ത് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുകയും അതിൻ്റെ അറബിക് ട്രാൻസ്ലേഷനും അതിനകത്ത് ഒരു സ്റ്റാമ്പും വേണമായിരുന്നു. പക്ഷേ എൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് എനിക്കത് ചെയ്യാൻ സാധിക്കുകയില്ലായിരുന്നു. അപ്പോൾ HR എന്നോട് പറഞ്ഞു, ഒരിക്കലും പോസിബിൾ ആകില്ല, എന്തായാലും ജസ്റ്റ് ഒന്ന് സബ്മിറ്റ് ചെയ്ത് നോക്കാമെന്ന് മാത്രം പറഞ്ഞു. അങ്ങനെ ഓഗസ്റ്റ് 14 മോർണിംഗ് ബ്ലെസ്സിങ്ങിൻ്റെ സമയത്ത് അച്ഛൻ പറഞ്ഞു, നീ ഇന്ന് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളുടെ മേൽ മാതാവ് 14 ദിവസത്തിനുള്ളിൽ ഒരു ഉത്തരം തരുമെന്ന് പറഞ്ഞു. ഞാനത് എന്നോട് പറയുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാനത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. കറക്റ്റ് 14 ദിവസം ഓഗസ്റ്റ് 26 എൻ്റെ ലൈസൻസ് ട്രാൻസ്ഫറായി. ആക്ച്വലി അതിനകത്ത് വേണ്ടുന്ന ഒരു ക്വാളിഫിക്കേഷനും എനിക്കുണ്ടായിരുന്നില്ല. എങ്ങനെ ട്രാൻസ്ഫർ ആയെന്ന് എനിക്കറിയത്തില്ല. പരിശുദ്ധ അമ്മ ഇടപെട്ടാണ് അത് ട്രാൻസ്ഫർ ചെയ്ത് തന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നീട് എനിക്ക് രോഗസൗഖ്യത്തിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഞാൻ ഒരു ഓർമ്മ വെച്ച കാലം തൊട്ട് എനിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. ഒരുമാതിരി എല്ലാ സംഭവം അലർജി ആയിരുന്നു. പൊടിയെ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുമ്പോഴെല്ലാം എനിക്ക് അലർജി ഉണ്ടാകാറുണ്ടായിരുന്നു. 2017 ഞാൻ ഇവിടുന്ന് ബോംബെക്ക് ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ അത് ഭയങ്കരമായിട്ട് കൂടുകയുണ്ടായി. അത് കഴിഞ്ഞ് അവിടെ വെച്ച് സ്റ്റീറോയിഡ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ റെഗുലറായിട്ട് പഫൊക്കെ എടുക്കാൻ തുടങ്ങി. പിന്നെ അതെനിക്ക് നിർത്താൻ പറ്റത്തില്ലാത്ത അവസ്ഥയിലായി. അവിടെയുള്ള ഡോക്ടേഴ്സ് ഒരുപാട് ചെക്കപ്പ് ചെയ്തു. എൻ്റെ റീസൺ എന്താണെന്ന് ചെക്ക് ചെയ്തു. ഡയഗ്നോസിസിന് വേണ്ടി നോക്കി. പക്ഷേ എന്താണെന്ന് പ്രോപ്പർ ഡയഗ്നോസിസ് അവർക്ക് കണ്ടുപിടിക്കാനായില്ല. കോയറി COPD എന്ന് പറഞ്ഞാണ് ലാസ്റ്റ് അവർ ട്രീറ്റ്മെൻറ്റ് തന്നുകൊണ്ടിരുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി ഞാൻ നിയോഗം വച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പരിശുദ്ധ അമ്മ ഇവിടെ വന്ന പാടെ എൻ്റെ ആ രോഗം എടുത്തു മാറ്റി. അത് കഴിഞ്ഞ് 2020 ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അടുത്തതായിട്ട് എനിക്കുണ്ടായ ഒരു സൗഖ്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് അവിടെ ചെന്ന് 2 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പതുക്കെ കണ്ണിൻ്റെ കാഴ്ച കുറയുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു സ്ട്രെസ്സ് കാരണമായിരിക്കും, ഉറക്കം ശരിയാകാനിട്ടാന്ന് വിചാരിച്ചു. എനിക്കൊന്നും തന്നെ കാണാൻ പറ്റത്തില്ലായിരുന്നു, എല്ലാം ബ്ലേഡ് വിഷനായിരുന്നു. പക്ഷേ ഞാനതിന് ട്രീറ്റ്മെൻറ്റ് ഒന്നും എടുത്തില്ല, പിന്നെയും മുന്നോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒട്ടും കാണത്തില്ല. എൻ്റെ മുന്നിൽ നിൽക്കുന്നവരെ പോലും എനിക്ക് ബ്ലേഡായിട്ടായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ അവിടെ വെച്ചൊരു ഒപ്താൽമോളജി കൺസൾട്ടേഷൻ ചെയ്തു. അപ്പോൾ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പവർ ഒത്തിരി കുറയുന്നുണ്ടെന്നും സ്പെക്സ് വെക്കണമെന്നും പറഞ്ഞു. സ്പെക്സ് വെക്കാൻ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. രാത്രിയിൽ പകൽ ഫുൾ ടൈം ഞാൻ വെക്കുമായിരുന്നു. ഈവൻ എൻ്റെ മുന്നിൽ നിൽക്കുന്നവരെ പോലെ എനിക്ക് കാണാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഫുൾ ടൈം സ്പെക്സ് വെക്കും. നൈറ്റ് ഉറങ്ങുമ്പോൾ മാത്രമേ ഞാൻ അത് റിമൂവ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ പകലെല്ലാം വെക്കുന്നുണ്ട് രാത്രി കിടക്കുമ്പോൾ ഉറക്കത്തിൽ നിന്ന് ഞാൻ ഞെട്ടി എണീക്കുമായിരുന്നു. എൻ്റെ മുഖത്ത് സ്പെക്സ് ഇരിക്കുന്ന പോലെ തോന്നുന്നുകൊണ്ട് രാവിലെ എന്നും ഞാൻ പ്രേയറിൻ്റെ സമയത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ സ്പെക്സ് എനിക്ക് ലൈഫ് ലോങ് ആകുമെന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നത്. പക്ഷേ തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 3 ആഴ്ച വരെ ഞാൻ സ്പെക്സ് വെച്ചുള്ളൂ. അത് കഴിഞ്ഞ് എടുത്തു മാറ്റാൻ സാധിച്ചു. പരിശുദ്ധ അമ്മ എൻ്റെ സ്പെക്സ് എടുത്തു മാറ്റി. അതിനുശേഷം എനിക്കിതുവരെ കാഴ്ചയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത്, ഞാനിവിടെ വരുമ്പോൾ പത്രം മേടിച്ചുകൊണ്ട് പോകും. ഇംഗ്ലീഷും മലയാളവും പത്രം മേടിച്ചാണ് ഞാൻ പോകാറ്. ഞങ്ങളുടെ ഇവിടെ കുവൈറ്റിൽ ഫിലിപ്പീൻസ് മാസം ഉണ്ട്, ഞങ്ങളുടെ മലയാളം മാസത്തിന് മുന്നേ. അപ്പോൾ അവിടെ വരുന്നവർക്കെല്ലാം മാതാവിനെക്കുറിച്ച് പറഞ്ഞ് ഈ പത്രം കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ പോകുമ്പോൾ ഇവിടെ നിന്ന് ആരെങ്കിലും ഉടമ്പടി എടുത്ത് ഒരു പത്രം കൊണ്ട് അവിടെ കൊടുക്കുന്നവരെ കാണാം. അവരുടെ നിന്ന് എക്സ്ട്രാ എപ്പോഴും 5-6 പത്രം ഞാൻ മേടിച്ച് എൻ്റെ കൂടെയുള്ളവർക്ക് കൊണ്ടുപോയി മാതാവിനെക്കുറിച്ച് പറഞ്ഞ് കൊടുക്കാറുണ്ട്. പിന്നെ ഭക്ഷണം കൊടുക്കുക അങ്ങനത്തെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവിടെ ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ ആരെങ്കിലുമൊക്കെ അറിയാവുന്നവർ പറഞ്ഞാൽ പൈസ കൊടുത്ത് സഹായിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പ്രാർത്ഥനാ ജീവിതത്തിലുണ്ടായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഞാൻ പ്രാർത്ഥിക്കാൻ ഭയങ്കര പുറകോട്ടായിരുന്നു. ഭയങ്കര തിരക്കൊക്കെയാണ്, ഞാൻ ജപമാല ഉപേക്ഷിക്കുമായിരുന്നു അന്ന്. പകരം മാതാവിൻ്റെ നിത്യസഹായ മാതാവിൻ്റെ നൊവേന ചൊല്ലിയിട്ടായിരുന്നു കടന്നുകൊണ്ടിരുന്നത്. പക്ഷേ എന്ന് ഞാൻ ഉടമ്പടിയിലോട്ട് വന്നോ അതിനുശേഷം ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി, ജപമാല മുടങ്ങാതെ ചെല്ലാൻ തുടങ്ങി. ഞങ്ങൾക്ക് കുവൈറ്റിലെ കൃപാസനത്തിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. അതിനകത്ത് എല്ലാ വെള്ളിയാഴ്ചകളിലും അഖണ്ഡ ജപമാല നടക്കാറുണ്ട്. എന്നെക്കൊണ്ട് സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ പോകാറുണ്ട്. അവിടെ എല്ലാവർക്കും നേർച്ച വസ്തുവായിട്ട് മാതാവിൻ്റെ കാർഡും കൊന്തയാണ് കൊടുക്കുന്നത്.
അപ്പോൾ അവിടെ കൊന്ത കെട്ടി കൊടുക്കാറുണ്ട്. ഇത്രയാണ് ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം. ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. കർത്താവേ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കരുണാസമ്പന്നനായ അങ്ങയ്ക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. സങ്കീർത്തനം 69:13 ഞാൻ അങ്ങയോട് പ്രാർത്ഥിച്ചു. എൻ്റെ പ്രയാസകാലത്തും എല്ലാ നഷ്ടങ്ങളിലും കഷ്ടങ്ങളിലും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. ദൈവത്തിൻ്റെ സമയം പരിപൂർണമായ സമയമാണ്. അവിടുത്തെ കരുണയും വാത്സല്യവും സ്നേഹവുമാണ് നമ്മുടെ പ്രത്യാശ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സഹായം വൈകിയേക്കാം. അങ്ങനെ തോന്നുമ്പോഴൊക്കെ നിരാശപ്പെടാതെ ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ മകളുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് പല പ്രാവശ്യവും ഈശോയും അമ്മയും കൂടെ ചേർന്ന് നിന്ന് ഈ മകളെ കൈപിടിച്ച് കരങ്ങൾ പിടിച്ച് മുന്നോട്ട് നീക്കുന്നതാണ് കാണുന്നത്. 2 പ്രാവശ്യം മെഡിക്കലിൽ അൺഫിറ്റായിരുന്നു. പിന്നീട് ഈശോയും അമ്മയും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഈ മകൾക്കതെല്ലാം സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഈ മകൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചപ്പോൾ പല കാര്യങ്ങളും മുന്നോട്ട് നീക്കുവാൻ സാധിച്ചു. കുവൈറ്റിലെ ലൈസൻസും വീട് വെക്കാനുള്ള ഒരാഗ്രഹവും അത് അമ്മയ്ക്ക് വെച്ച് അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തപ്പോഴാണ് ഭവനം എന്നൊരാഗ്രഹം മനസ്സിൽ വന്ന് പ്രാർത്ഥിച്ചു. സാധിക്കുമെന്ന് തോന്നിയുന്നില്ല. പക്ഷെങ്കിൽ നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ ഗോഡ്. അസാധ്യമാണെന്ന് കരുതുന്നതാണ് ഈശോ പലപ്പോഴും നമുക്ക് സാധ്യമായി കാണിച്ചു തരുന്നത്. ആ ഭവനമാണ് മകൾ അല്പം വിശ്വാസം കുറവായിരുന്നു, ലഭിക്കുമോ ഇല്ലയോ എന്ന്. എങ്കിലും ആ ഭവനവും വിശ്വാസം നഷ്ടപ്പെട്ട സമയത്തും മകളെ വിശ്വാസം കൂട്ടി കൊടുക്കുവാനായിരിക്കാം അമ്മ അതും നടത്തി കൊടുത്തു. ഈ മകളുടെ ഓരോ ജീവിതത്തിൻ്റെ ഘട്ടത്തിലും നമ്മൾ കാണുന്നുണ്ട്. ആരാധന സമയത്തും അച്ഛൻ പ്രാർത്ഥിച്ച് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ അച്ഛൻ പറഞ്ഞപ്പോഴും ഈ മകൾ അതുപോലെ ചെയ്തു. അതുകൊണ്ടാണ് ഈ മകൾക്ക് ടിക്കറ്റും എല്ലാം ആ സമയത്ത് തന്നെ പറഞ്ഞ സമയത്ത് തന്നെ അമ്മ മാതാവ് ഈശോയെ നേടിക്കൊടുത്തത്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ശ്രദ്ധിക്കുന്ന ഈ അമ്മയും ഈശോയും നമ്മുടെ കാര്യങ്ങൾ നടത്തി തരുന്നത്. നമ്മുടെ യോഗ്യതയല്ല, ദൈവത്തിൻ്റെ കരുണയിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. ഈശോയ്ക്കും അമ്മയും അവരുടെ ഇഷ്ടമനുസരിച്ച് അവരുടെ ഹിതമനുസരിച്ച് അവരുടെ സമയത്ത് അവർ നമുക്ക് രക്ഷ നൽകും, നമ്മളെ സഹായിക്കുമെന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. എന്നെ സഹായിക്കണമേ എന്നുള്ള ആ വിളിയും പ്രാർത്ഥനയുമാണ് ദൈവം കേൾക്കുന്നത്. ആത്മവിശ്വാസത്തോടെ നമുക്ക് ഉടമ്പടി ജീവിതത്തിൽ നമ്മുടെ എല്ലാ നിയമങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരുണാമയനായ അങ്ങ് ഉചിതമെന്ന് തോന്നുമ്പോൾ ഞങ്ങളുടെയും പ്രാർത്ഥന കേൾക്കണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഡെൽനയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.